ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ നല്ലൊരു ഈസി ആയിട്ട് എങ്ങനെ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് കുറച്ച് പണികളും കാര്യങ്ങളും ഉണ്ട്. എന്നിട്ട് നമുക്ക് അടുക്കളയ്ക്ക് ഇറങ്ങാം. ഇന്ന് മക്കൾക്ക് സ്കൂളും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ സ്കൂളൊക്കെ 2 മാസത്തിനുള്ള വെക്കേഷനാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ മക്കളൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരം മദ്രസ ഉണ്ട്. അപ്പോൾ മദ്രസിൻ്റെ ടൈം ആകുമ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അതങ്ങനെ കയറാം നമുക്ക്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ എന്തെങ്കിലും പണിയെടുത്താൽ അവർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കൂടും കേട്ടോ. എല്ലാത്തിനും അവർ ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഫ്ലോറിൽ വെച്ചിരുന്ന ഫർഷൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റിയിട്ടോ. മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കൊക്കെ അറിയാം, നമ്മളെ ഹാളിൻ്റെ വീഡിയോ ഒക്കെ കണ്ടവർക്കൊക്കെ അറിയാം കേട്ടോ. ഒരു കുഞ്ഞു റൂമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്താൽ നമുക്ക് മനസ്സിന് നല്ലൊരു റീഫ്രഷിങ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ ഫർഷൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് മാറ്റി അവിടെയൊക്കെ നടിച്ചു വാരി തുടച്ചിട്ട് ഫർഷ് നമ്മൾ ഇതിൻ്റെ സോഫേൻ്റെ അടിയിലാക്കി വെച്ചേക്കാണ് കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ തണുപ്പിനിട്ടതായിരുന്നു. തണുപ്പാകുമ്പോൾ ഫ്ലോറിൽ വരെ ചവിട്ടാൻ പറ്റാതാവും. അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളായതുകൊണ്ട് ഫിദമോളൊക്കെ ചെറിയ മോളല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലോറിൽ വിരിച്ചതാണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നല്ല ചൂടാണ്, റിയാദിലൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതോടൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മാറ്റി പിന്നെ നമ്മൾ അടിച്ചു വരി തുടച്ചിടുമ്പോൾ നല്ല വൃത്തിയായി കിടക്കും. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയതാണ്. ഇനി നമുക്ക് തണുപ്പ് വരുമ്പോൾ ഫർഷ് എടുത്ത് വിരിക്കുക. അപ്പോൾ അത് തൽക്കാലം നമ്മൾ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. ഇവിടെ റൂമും ഹാളും അങ്ങനെ ഫുള്ളായിട്ട് എല്ലായിടത്തും ഫർഷ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇട്ടതിൻ്റെ ഒരു പശയാണ് കേട്ടോ. അതൊരു പശ വെച്ചിട്ടാണ് ഒട്ടിക്കുക. അപ്പോൾ അതിൻ്റെ പശയാണ് ഈ സൈഡിലൊക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഒരു വൃത്തികേടായി കിടക്കും അത് നമ്മൾ പറിച്ച് കളയുമ്പോൾ. പക്ഷെ ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് കേട്ടോ അത്. പക്ഷെ അരിവ് കൂടെ ഉള്ളതൊന്നും പോകണില്ല. അപ്പോൾ അതങ്ങനെ കിടക്കും. അപ്പോൾ അത് അവിടെയൊക്കെ റെഡിയാക്കി നമ്മൾ അടുക്കളയ്ക്ക് ഇറങ്ങി. അടുക്കളയിൽ നമ്മൾ നല്ലൊരു ഫിഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. നല്ല നെയ്മീൻ പോലെ നല്ല പലക പോലുള്ള നല്ല മീനാണ് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്ന് നമ്മൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ കൂട്ടിയാണ്ട് ഉപ്പും കുരുമുളകും മീൻ മസാലയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം കേട്ടോ. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല കൂട്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. അപ്പോൾ അപ്പോഴത്തേന് ഞാൻ കുറച്ച് സാധനങ്ങൾ ഉള്ളിയും തക്കാളിയും നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം സാധനങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് ഉള്ളി വറുത്തെടുത്തതാണ് കേട്ടോ. കുറച്ച് സവാള അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു, അത് മാറ്റി വെച്ചു. ഉടയാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, എല്ലാവരും ഉടയാതെ നോക്കണം. മസാല കൂട്ടുമ്പോൾ കുറച്ച് വിനാഗിരിയും കൂടി, നമ്മുടെ സുർക്കല്ലേ, വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടാണ് മസാല കൂട്ടണമെന്നുണ്ടെങ്കിൽ അധികം പൊടിയാതെ കിട്ടും കേട്ടോ. മീൻ ഫിഷൊക്കെ പൊടിയാതെ കിട്ടും. അതൊരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഫിദമോള് അടിച്ചൊരു വൃത്തിയാക്കി നല്ല ലെവലാക്കിയിട്ട് സോഫയിലൊക്കെ നല്ല കളിയാണ് കേട്ടോ. അവൾ നല്ല ചാടി കളിക്കുകയാണ് സോഫയിലൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ കളിച്ചോട്ടെ എന്ന്. അവിടെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ കളിച്ചുകൊണ്ട് വെക്കും. അപ്പോൾ പിന്നെ നമ്മളെ ശല്യം ചെയ്യാൻ വരില്ല കേട്ടോ. അടുക്കളയിൽ വന്ന് അത് ഇത് പറയില്ല. അപ്പോൾ അവൾ കുറച്ച് നേരം അവിടെ കളിച്ചോട്ടെ വിചാരിച്ചു. പിന്നെ അപ്പം നമ്മളുടെ പണി അവിടെയും നടക്കും, അവളുടെ പണി ഇവിടെയും നടക്കും കേട്ടോ. പിന്നെ മക്കൾ ഉണ്ടായാൽ പിന്നെ നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ടോ കാര്യമില്ലല്ലോ. അത് നമ്മളവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അതങ്ങനെ അലങ്കോലമായി കിടക്കും. പിന്നെ അത് കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ അടുക്കളയിൽ പോയി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, വെള്ളം വെച്ചാണ്ട് സാധാ പോലെ തന്നെ റൈസ് ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മസാല ഉണ്ടാക്കി ഫ്രൈ ചെയ്ത് അതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഉള്ളിയും തക്കാളിയും മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ഫ്രൈ ചെയ്ത മീൻ ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ ഫിഷ് ബിരിയാണിക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഗരം മസാല ഉണ്ട്, അതുപോലെ കുരുമുളക് പൊടി ഉണ്ട്, ജീരകപ്പൊടി ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്, മുളകും പൊടി ഉണ്ട്, ഉപ്പുണ്ട്. അതുപോലെ എക്സ്ട്രാ പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്യണില്ല. കുറച്ച് ബിരിയാണി മസാല ആഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മൾ ചെയ്യണില്ല കേട്ടോ. നമ്മൾ നോർമൽ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണ പോലെ തന്നെയാണ്. അത്രയും ടേസ്റ്റുമാണ് കേട്ടോ. ഫിഷ് ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവർ. അപ്പോൾ അത്രയും ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുക്കുമല്ലോ, അതേപോലെ തന്നെ ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് പുളി കേട്ടോ. പുളി പിഴിഞ്ഞ് നമ്മൾ ഗ്രേവിയൊക്കെ ഉണ്ടാക്കുമ്പോൾ
പുളി പിഴിഞ്ഞൊഴിച്ചാൽ നല്ലൊരു സ്വാദ് കിട്ടും. അങ്ങനെ കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം. അതുപോലെ തന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ലതാണ്, നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടാനും ഒരു രുചി തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ നല്ല മൈൽഡായിട്ടുള്ള സോയാ സോസ് ഒഴിച്ചു. സോയാ സോസ് ഉപ്പുള്ളതും സ്വീറ്റുള്ളതും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മൈൽഡായിട്ടുള്ള സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഇട്ട് നല്ലൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാം. നമ്മൾ മസാല ഉണ്ടാക്കിയെടുത്തത് ചെറിയൊരു പാനിലാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു ദം ചെയ്യാൻ പാകത്തിനുള്ളൊരു പാത്രത്തൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആദ്യം മസാലയൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഫിഷൊക്കെ വെച്ച് റെഡിയാക്കി, ഫിഷ് പൊട്ടി പോവാതെയും മുറിഞ്ഞു പോകാതെയൊക്കെ നോക്കണം കേട്ടോ. അതൊക്കെ ഇട്ടെടുത്ത് ഫിഷൊക്കെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്തെടുത്ത് പൊരിച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവാള, പിന്നെ അതേപോലെ മല്ലിച്ചപ്പ്, പുതിന, അതൊക്കെ ഓപ്ഷനിലാണ്. ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരും, നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. നല്ലൊരു ഭംഗിയാണ്, കാണാനും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അത് നമുക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. പിന്നെ ഈ ഒഴിച്ച് കൊടുക്കുന്നത് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുള്ളൊരു വെള്ളമാണ് കേട്ടോ. അത് നല്ലൊരു പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയാണ്ട് നമ്മളത് ഇടക്കിടക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും. അതുപോലെ തന്നെ ചോറിന് നല്ലൊരു കളറും കിട്ടും കേട്ടോ. നല്ലൊരു കളറും കിട്ടും, ഒരു സോഫ്റ്റും കിട്ടും കേട്ടോ, സോഫ്റ്റ്നെസ്സും കിട്ടും. അതുകൊണ്ടാണ് അത് ഇടക്ക് അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. വെറുതെ നമ്മളെ പാലിൽ, പച്ച പാലിൽ, അതേപോലെ ചൂടാക്കിയെടുത്ത പാലായാലും കുഴപ്പമില്ല, പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ അതൊന്ന് കലക്കുക. എന്നിട്ട് അത് ഇടയ്ക്കൊന്ന് ഒഴിച്ച് കൊടുക്കട്ടോ, നല്ലതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ടിട്ട് ഈ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയും കൂടി ഇട്ടെടുത്ത് നമ്മൾ ദം ചെയ്യാൻ വെക്കട്ടോ. അത് ചെറിയൊരു തീയിലിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അതിന് നമുക്ക് എപ്പോഴാണോ സെർവ് ചെയ്യേണ്ടത് അതിനനുസരിച്ചെടുത്താണ്ട് സെർവ് ചെയ്യട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ചോറും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുമ്പോൾ, റൈസും മുകളിൽ മാറ്റി വെക്കുമ്പോൾ അതെടുത്ത് ഈ ഫിഷൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും, ഉടയാൻ നല്ല സാധ്യത ഉണ്ട്, ഉടഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തവി ഇട്ടിട്ട് ഇളക്കിയെടുക്കാൻ പാടില്ല കേട്ടോ. കുത്തി ഇളക്കിയെടുത്താൽ അത് മുറിഞ്ഞ് പൊട്ടി പോകും കേട്ടോ, അതിൻ്റെ ഭംഗി പോവും. അതുകൊണ്ട് നമ്മളത് ഇങ്ങനെ കുടഞ്ഞെടുക്കാനേ പാടുള്ളൂ. നമ്മൾ മസാലയൊക്കെ കുടഞ്ഞെടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് നല്ലൊരു ഭംഗി, കാണാൻ നല്ല രസമുണ്ടാവും കേട്ടോ. കാണാൻ രസമുള്ളത് നമുക്ക് കഴിക്കാനും നല്ല രസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ തവിയിട്ട് കുത്തി ഇളക്കിയെടുക്കാതെ, പൊട്ടിച്ചെടുക്കാതെ ഇതേപോലെ ഒന്ന് ഇളക്കി കുടഞ്ഞെടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് നല്ല രസമാണ്, നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫിഷ് ബിരിയാണിയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.